ഗുഡ് മോർണിംഗ്. ഇത് ഗ്രാഫ് തിയറിയിലെ തേർഡ് യൂണിറ്റ് ആണ്. ഇൻഡിപെൻഡന്റ് സെറ്റ്സ്, യൂലേറിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സെഷൻ ആയിട്ടുള്ള ഈ ഇൻഡിപെൻഡന്റ് സെറ്റ്സിൽ അല്ലെങ്കിൽ യൂലേറിയൻ ഗ്രാഫ്സിൽ ഈ ഒരു അപ് ടു ഇൻഡിപെൻഡന്റ് സെറ്റ്സ് വരെ, അതുപോലെ യൂലേറിയൻ ഗ്രാഫ്സിലും ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്ന, അതുപോലെ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സ്. ഇതിൽ ഈ ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സിലല്ല, ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഗ്രാഫ്സ് കൺസിഡേർഡ് ഇൻ ദ ടോപ്പിക് ഇൻഡിപെൻഡന്റ് സെറ്റ്സ് ആർ ലൂപ്പ്ലെസ്. അതായത് ലൂപ്പുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിൽ നിന്ന് അതേ വെർട്ടെക്സിലേക്ക് വരുന്ന ലൂപ്പുകളൊന്നും ഇല്ലാത്ത ഗ്രാഫുകളാണ് കൺസിഡർ ചെയ്യുന്നത് കംപ്ലീറ്റ്. അത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും അതെന്താണ്, അത് അണ്ടർസ്റ്റുഡ് ആണെന്ന് അർത്ഥം. ഇനി ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ്. വെർട്ടെക്സ് ഇൻഡിപെൻഡന്റ് സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ഡെഫിനിഷൻസ് വരുന്നു. ഫസ്റ്റ് ഡെഫിനിഷൻ വരുന്നത്, ഒരു വെർട്ടെക്സ് സെറ്റ് എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയാന്നുള്ളതാണ്. എ സബ്സെറ്റ് ക്യാപിറ്റൽ എസ് ഓഫ് എ വെർട്ടെക്സ് സെറ്റ് വി ഓഫ് എ ഗ്രാഫ് ജി ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് ഇഫ് നോ ടു വെർട്ടിസസ് ഓഫ് എസ് ആർ അഡ്ജസന്റ് ഇൻ ജി. അതായത് ജി എന്ന് പറയുന്ന ലൂപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് ആണ് വി എന്ന് പറയുന്നത്. അപ്പൊ ജി എന്ന് പറയുന്ന ഗ്രാഫിന്റെ വെർട്ടെക്സ് സെറ്റ് ആണ് വി. ഈ വിയുടെ ഒരു സബ്സെറ്റ് ആണ് എസ് എന്ന് പറയുന്ന സെറ്റ്, വെർട്ടെക്സ് സെറ്റ്. വി എന്ന് പറയുന്ന വെർട്ടെക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആണ് എസ്. ഇനി ഈ ജി എന്ന് പറയുന്നത്, ഈ എസ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നോ ടു വെർട്ടിസസ് ഓഫ് എസ് ആർ അഡ്ജസന്റ് ഇൻ ജി. ഈ എസ് എന്ന് പറയുന്ന സെറ്റിലെ ഏത് രണ്ട് വെർട്ടിസസ് എടുത്തു കഴിഞ്ഞാലും അത് എന്താവാൻ പാടില്ല, ജി എന്ന് പറയുന്ന ഗ്രാഫിൽ അഡ്ജസന്റ് വെർട്ടിസസ് ആവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സെറ്റിനെയാണ് എന്ത് പറയാം, ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ആ വെർട്ടെക്സിന്റെ സെറ്റ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും. അപ്പൊ എ സബ്സെറ്റ് എസ് ഓഫ് എ വെർട്ടെക്സ് സെറ്റ് വി ഓഫ് എ ഗ്രാഫ് ജി ഈസ് കോൾഡ് ഇൻഡിപെൻഡന്റ് ഇഫ് നോ ടു വെർട്ടിസസ് ഓഫ് എസ് ആർ അഡ്ജസന്റ് ജി. അതുപോലെ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇൻഡിപെൻഡന്റ് സെറ്റുകൾ ഉണ്ടാവും. ഇതിലെ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് ഏത് സെറ്റിനെയാണ് പറയാം, ഒരു സെറ്റ് എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ. ഇതാണ് മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് നമുക്ക് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ, ഇതിൽ ഏത് ഇൻഡിപെൻഡന്റ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും മോഡ് എസ് ഡാഷ് എന്താവണം, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ മോഡ് എസ് ആണ്. അതായത് മോഡ് അല്ല, കാർഡിനാലിറ്റി ഓഫ് എസ് ഡാഷ് എന്താവണം, കാർഡിനാലിറ്റി ഓഫ് എസിനെക്കാട്ടിലും വലുതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയും. അതായത് എസ് വിയുടെ വെർട്ടെക്സ് സെറ്റിന്റെ സബ്സെറ്റ് ആണ്, ഈസ് എ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ജി ഇഫ് G has no independent set S dash with mod S dash greater than mod S. അതായത് എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റ് മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെങ്കിൽ എന്താണ്, അതിന്റെ കാർഡിനാലിറ്റി ആയിരിക്കും, അതിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും ഏറ്റവും വലുത്. അതിനെക്കാട്ടും വലിയ ഒരു കാർഡിനാലിറ്റി ഉള്ള എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂല, എസ് ഡാഷ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ ഏത് സെറ്റാണോ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ്, അതിന്റെ കാർഡിനാലിറ്റി ആയിരിക്കും വലുത്. അതായത് അതിനെക്കാട്ടിലും വലിയ കാർഡിനാലിറ്റി ഉള്ള ഒരു സെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കണ്ടുപിടിക്കാൻ കഴിയില്ല. അതായത് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് വി ഈസ് എ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ജി ഇഫ് ജി ഹാസ് നോ ഇൻഡിപെൻഡന്റ് സെറ്റ് എസ് ഡാഷ് വിത്ത് കാർഡിനാലിറ്റി ഓഫ് എസ് ഡാഷ് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ കാർഡിനാലിറ്റി ഓഫ് എസ്. അതാണ് മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ അടുത്തൊരു ഡെഫിനിഷൻ ആണ് മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ്. ഇപ്പൊ രണ്ട് തമ്മിൽ കൺഫ്യൂഷൻ ആണ്. ഒന്ന് മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്, വേറൊന്ന് മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അതെന്താ ഡെഫിനിഷൻ, എ മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ജി ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സെറ്റ് ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് അനദർ ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ജി. അപ്പൊ മാക്സിമം ആവണമെങ്കിൽ എന്ത് വേണമായിരുന്നു, ഏത് സെറ്റാണോ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് അതിനെക്കാട്ടിലും കൂടുതൽ കാർഡിനാലിറ്റി ഉള്ള ഒരു സെറ്റ് ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയാം. പക്ഷെ മാക്സിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒരു സെറ്റ് ജിയുടെ മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്, ജി ഹാസ് ആൻ ഇൻഡിപെൻഡന്റ് സെറ്റ് ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് അനദർ ഇൻഡിപെൻഡന്റ് സെറ്റ് ഓഫ് ജി. അപ്പൊ ആ മാക്സിമൽ, നമ്മളൊരു സെറ്റിനെ മാക്സിമൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്,
അത് വേറൊരു ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് വരാൻ പാടില്ല എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക, ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യുക, ജി എന്ന് പറയുന്ന ഗ്രാഫ്. ഇതിന്റെ വെർട്ടിസസ് ആണ് യു ഉണ്ട്, വൈ ഉണ്ട്, വി, എക്സ്, ഡബ്ല്യു എന്നുള്ളത്. ഇത്രയും വെർട്ടിസസുകളും അത് കണക്ട് ചെയ്യുന്ന എഡ്ജുകളും ഇതുപോലെയുള്ള ഇതിൽ വരച്ച് അസൈൻ ചെയ്തേക്കുന്ന ഒരു ഗ്രാഫിനെ നമ്മൾ ജി എന്ന് പറയും. ഇതിൽ ലൂപ്പില്ല, ഒബ്വിയസ് ആണല്ലോ. അപ്പൊ ഈ ഒരു സെറ്റിലെ ഇൻഡിപെൻഡന്റ് സെറ്റ് ഏതൊക്കെയാണ്? എന്താണ് ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ മീനിങ്? അതിൽ എന്തുണ്ടാവാൻ പാടില്ല? അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എടുക്കുമ്പോൾ വൈയും എക്സും തമ്മിൽ അഡ്ജസന്റ് അല്ലല്ലോ, വൈയുടെ അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടിസസ് അല്ല എക്സ് എന്ന് വരുന്നത്. അപ്പൊ അതൊരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അതുപോലെ തന്നെ യു വി ഡബ്ല്യു, അതായത് യു വി ഡബ്ല്യു അതൊരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. കാരണം ഇതൊന്നും അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടിസസുകളല്ല. വിയുടെ അഡ്ജസന്റ് ആയിട്ട് യുവോ ഡബ്ല്യുവോ വരുന്നില്ല, യുവിന്റെ അഡ്ജസന്റ് ആയിട്ട് വിയും ഡബ്ല്യുവും വരുന്നില്ല, ഡബ്ല്യുവിന്റെ അഡ്ജസന്റ് ആയിട്ട് യുവും വിയും വരുന്നില്ല. അപ്പൊ യു വി ഡബ്ല്യു എന്നുള്ളത് എന്താണ്? ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അതുപോലെ യു വി, ഈ രണ്ടെണ്ണം മാത്രം എടുക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ്. കാരണം എന്താ? ഇത് അഡ്ജസന്റുകളല്ല ഒന്നും. അതുപോലെ യു ഡബ്ല്യു ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ വി ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ അതും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇനി ഇതിലെ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് ഏതായിരിക്കും? മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കാർഡിനാലിറ്റി ഏറ്റവും കൂടുതലുള്ള സെറ്റ് അതേതാണ്? യു വി ഡബ്ല്യു. അതായത് ഇതിന്റെ കാർഡിനാലിറ്റി 3 ആണ്. 3യെക്കാട്ടും കൂടുതൽ കാർഡിനാലിറ്റി ഉള്ള ഒരു ഇൻഡിപെൻഡന്റ് സെറ്റും ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റ് യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ സെറ്റാണ്. പക്ഷെ മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് എന്തായിരിക്കും? ഏതൊക്കെ വരാം? വൈ എക്സ് എന്താണ്? ഒരു മാക്സിമൽ ആണ്. പക്ഷെ അതെന്തല്ല? മാക്സിമം അല്ല. കാരണം എന്താ? വൈ എക്സ് കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ഇൻഡിപെൻഡന്റ് സെറ്റ് ഈ ഗ്രാഫിൽ ഇല്ല. അതുപോലെ യു വി ഡബ്ല്യു അതും എന്താണ്? മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. കാരണം ഈ ഒരു യു വി ഡബ്ല്യു എന്ന് പറയുന്ന സെറ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന വേറൊരു ഇൻഡിപെൻഡന്റ് സെറ്റ് എവിടെ ഇല്ല? ഈ ഒരു ഗ്രാഫിൽ ഇല്ല. പക്ഷെ യു വി എന്തല്ല? യു വി എന്ന് പറയുന്ന സെറ്റ് എന്തല്ല? മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് അല്ല. ഇത് ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ മാക്സിമൽ അല്ല. കാരണം എന്താ? ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന വേറെ എന്തുണ്ട്? വേറൊരു ഇൻഡിപെൻഡന്റ് സെറ്റ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് യു വി അതുപോലെ യു ഡബ്ല്യു വി ഡബ്ല്യു ഇതൊന്നും എന്തല്ല? മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് അല്ല. ഇത്രയാണ് ഇതിന്റെ ഫസ്റ്റത്തെ ഡെഫിനിഷൻസ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കിയിട്ട് 2-3 എക്സാമ്പിളുകളൊക്കെ ഗ്രാഫിന്റെ എക്സാമ്പിളുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഈ അതിൽ വരുന്ന ഇൻഡിപെൻഡന്റ് സെറ്റുകളും മാക്സിമം ഇൻഡിപെൻഡന്റ് സെറ്റുകളും മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റുകളൊക്കെ കണ്ടുപിടിക്കുക.